അങ്ങ് നീലഗിരി മലനിരകൾക്ക് മുകളിൽ കോട്ടവംശജർ താമസിച്ചിരുന്ന ഒരു മലമ്പ്രദേശം ഉണ്ടായിരുന്നു. കോട്ടകളുടെ മലനിരകൾ എന്നർത്ഥം വരുന്ന കോട്ടഗിരി എന്നാണ് ആ പ്രദേശം അറിയപ്പെട്ടിരുന്നത്. 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ കോയമ്പത്തൂർ കളക്ടറായിരുന്ന ജോൺ സുലിവൻ യാദർശികമായിട്ടാണ് ഈ ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടുന്നത്. ഇവിടെ വന്ന് ഇവിടുത്തെ ക്ലൈമറ്റ് ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ട സുലിവൻ സാഹിബ് ബ്രിട്ടീഷ് ഇന്ത്യ ഓഫീഷ്യൽസിന്റെ സമ്മർ റെസിഡൻസ് ആയിട്ട് കോട്ടഗിരിയെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ തീരുമാനിക്കുന്നു. കാടുകൾ തേയിലത്തോട്ടങ്ങൾക്ക് വഴിമാറി, കൃഷിസ്ഥലങ്ങൾ വികസിച്ചു, സ്കൂളുകളും ഹോസ്പിറ്റലുകളും എല്ലാം കോട്ടഗിരിയിലേക്ക് വന്നു. അങ്ങനെ മെല്ലെ കോട്ടഗിരി ഒരു ടൗൺഷിപ്പായി മാറി. ഊട്ടിയുടെയും കൊടൈക്കനാലിലെയും ഒക്കെയുള്ള ക്ലൈമറ്റ് അതേപോലെ തിരക്കില്ലാതെ നിങ്ങൾക്ക് ആസ്വദിക്കണമെങ്കിൽ അതിന് പറ്റിയൊരു ഓൾട്ടർനേറ്റീവാണ് കോട്ടഗിരി. കോട്ടഗിരിക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. മൃഗങ്ങളും മനുഷ്യരും ഇവിടെ പരസ്പര ബഹുമാനത്തോടു കൂടിയാണ് കഴിഞ്ഞു പോകുന്നത്. പകൽ സമയങ്ങൾ മനുഷ്യർക്കുള്ളതാണെങ്കിൽ രാത്രി മൃഗങ്ങളുടേതാണ്. കോട്ടഗിരിയുടെ കാഴ്ചകളെല്ലാം കണ്ട് ആനയും പുലിയും കരടിയും വരെ വിലസി നടക്കുന്ന കാടിന് നടുവിലുള്ള ഒരു എസ്റ്റേറ്റ് സ്റ്റേയിൽ ഒരു ദിവസത്തെ താമസം. പിറ്റേ ദിവസം 5000 വർഷം പഴക്കമുള്ള കരിക്കൂർ പെയിന്റിങ്ങും എല്ലാം കണ്ട് പുറം ലോകവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ നമ്മളും കാടും കാട്ടിലെ മൃഗങ്ങളും മാത്രമായിട്ട് ഒരു യാത്ര. അപ്പോഴെങ്ങനെയാ, പോവല്ലേ? മേട്ടുപ്പാളയത്തു നിന്നാണ് നമ്മുടെ കോട്ടഗിരി യാത്ര തുടങ്ങുന്നത്. മേട്ടുപ്പാളയം കഴിഞ്ഞ് ഈ ഒരു പാലം ക്രോസ് ചെയ്ത് മുന്നോട്ട് വരികയാണെങ്കിൽ നമ്മൾ ഈ ഒരു ജംഗ്ഷനിലെത്തും. ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലേക്കുള്ള റോഡ് ഊട്ടിയിലേക്കും റൈറ്റ് സൈഡിലേക്കുള്ള റോഡ് കോട്ടഗിരിയിലേക്കുമാണ്. മേട്ടുപ്പാളയം ടൗൺ കഴിഞ്ഞതും നമ്മൾ പിന്നെ കാടിനകത്തേക്ക് കയറുകയായി. നല്ല അനിമൽ ഡെൻസിറ്റി ഉള്ള ഒരു ഏരിയ ആയതുകൊണ്ട് ഇതുവഴി ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരല്പം സൂക്ഷിച്ച് വേണം പോകാൻ. പിന്നെ പോകുന്ന വഴിക്ക് സൈഡിലോട്ടൊക്കെ നോക്കി വരികയാണെങ്കിൽ നമുക്കിത് ഇതുപോലെ മാനുകളെയും ഭാഗ്യമുണ്ടെങ്കിൽ ആനയും വരെ കാണാൻ പറ്റും. വരുന്ന വഴിക്ക് പെട്ടെന്ന് ഈ കുരങ്ങനെ കണ്ടപ്പം വായിൽ ചോരയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെയാണ് ഞാൻ അവൻ്റെ കയ്യിലോട്ട് നോക്കുന്നത്. ഏതോ വെജിറ്റബിൾ ലോറിയിൽ നിന്ന് വീണതാണെന്ന് തോന്നുന്നു. ബീട്രൂട്ടും ഒക്കെ ആയിട്ടാണ് അവരുടെ ഇരിപ്പ്. ഊട്ടി മേട്ടുപ്പാളയം റൂട്ടുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കോട്ടഗിരിയിലേക്കുള്ള റൂട്ടിൽ വാഹനങ്ങൾ വളരെ കുറവായിരിക്കും. എന്തൊക്കെ പറഞ്ഞാലും ഈ റൂട്ടിലും ബ്ലോക്കുകൾ ഉണ്ടാകാറുണ്ട് കേട്ടോ. മിക്കവാറും ദിവസങ്ങളിൽ രാവിലെയും വൈകുന്നേരമൊക്കെ ഈ വഴിയിൽ ആന ഇറങ്ങി നിൽക്കാറുണ്ട്. ഈ ഏരിയ എല്ലാം നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ പോകുന്ന വഴിക്കും നമുക്ക് ഒരുപാട് ചെറുതും വലുതുമായ സൈറ്റിങ്സ് കിട്ടാനുള്ള ചാൻസും ഉണ്ട്. ചുരം കയറി മുകളിലേക്ക് എത്തിയതും ആദ്യം കാണുന്നത് ഈ മസിലളിയനെയാണ്. കുറഞ്ഞതൊരു 1.5 ടണ്ണിൽ അവന് വെയിറ്റ് വരും. ഇവനെ ചുറ്റിപ്പറ്റി കുറച്ച് മൈനകൾ നടക്കുന്നത് കണ്ടു. മിക്കവാറും സമയം കാട്ടികളുടെ കൂടെ ഇതുപോലെ മൈനകൾ കാണും. കാട്ടികളുടെ മേത്തുള്ള ചെള്ളും മറ്റ് ചെറിയ പ്രാണികളെല്ലാം തിന്നാനായിട്ടാണ് മൈനകൾ എപ്പോഴും ഇവരുടെ കൂടെ നടക്കുന്നത്. നമ്മുടെ നാട്ടുംപുറങ്ങളിലൊക്കെ പാടത്തും പറമ്പത്തും പശുക്കളിൽ നിന്ന് മെയ്യുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെയാണ് ഇവിടെ കാട്ടികൾ. തേയിലത്തോട്ടങ്ങൾക്കിടയിലും റോഡ് സൈഡിലും വീടുകളുടെ പുറകിലുമൊക്കെ നമുക്ക് ഇഷ്ടം പോലെ കാട്ടികളെ കാണാൻ പറ്റും. വളരെ കൂളായിട്ടാണ് വലിയ കാട്ടികളുടെ അടുത്തൂടെയൊക്കെ ഇവിടുത്തെ ആൾക്കാർ നടന്നു പോകുന്നത്. കോട്ടഗിരിയുടെ അത്രയും ബയോഡൈവേഴ്സിറ്റി ഉള്ള മറ്റൊരു സ്ഥലം നീലഗിരിയിലില്ല. സൗത്ത് ഇന്ത്യൻ കാടുകളിൽ കാണാൻ പറ്റുന്ന മിക്കവാറും എല്ലാ ജീവജാലങ്ങളെയും നമുക്ക് ഈ ഒരു ചെറിയ പ്രദേശത്ത് തന്നെ കാണാൻ പറ്റും. കോട്ടഗിരിയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും ഇതുപോലെ തേയിലത്തോട്ടങ്ങളാണ്. കാണാൻ നല്ല ഭംഗിയൊക്കെ ആണെങ്കിലും ഈ തേയിലത്തോട്ടങ്ങൾക്കിടയിൽ കരടിയും പുലിയും കടുവയും വരെ കാണാറുണ്ട്. അത്ര ஐயங்க கரடி சிறுத்தை இதெல்லாம் இங்க நடமாட்டம் இருக்கு. நடமாட்டம் இருக்குங்க, அடிக்கடி பார்த்துட்டு தான் இருக்கிறோம். ஆனா திடீர்னு அன்எக்ஸ்பெக்டடா தென்படும். அப்போ நாங்க கொஞ்சம் ஒதுங்கி ஓரமா போய் நிக்க வேண்டியது வரும். பயம் இருக்குது தான், பக்கத்துல இருக்கும்போது பயம்தான். இப்போ கரடி எங்காவது இங்கதான் இருக்கணும், நாங்க அப்படியே தயங்கி தயங்கித்தான் எடுத்துட்டு இருப்போம். ஆனா கூடத்தான் வாழ்ந்தாவணும், வேற வேலை இல்லையே. ஏன்னா தோட்டம் அந்த மாதிரி தோட்டத்துக்குள்ள தான் வரணும். எல்லா பக்கம் புதாறு சோளை எல்லாம் இருக்கு. அதனால அது வந்துட்டு இருக்கோம். அது நம்ம பார்த்தா ஒதுக்கிட்டு போகணும். ஆனா കരടി വേണ നിറയെ സുറ്റിട്ട് ഇരിക്കുന്ന ഏരിയ. നിങ്ങൾ ഇപ്പൊ കണ്ട ഈ ചേട്ടനോട് ഞാൻ സംസാരിച്ച് കുറച്ചു കഴിഞ്ഞപ്പം അതേ തേയിലത്തോട്ടത്തിൽ വെച്ചാണ് ഈ കരടിയെ കാണുന്നത്. ആ ചേട്ടൻ പറഞ്ഞതനുസരിച്ച് 1-2 ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഒഴിച്ചു നിർത്തിയെങ്കിൽ കരടി ഇതുവരെ ഇവിടെ ആരെയും ആക്രമിച്ചിട്ടില്ല എന്നാണ്. കാട്ടിലെ ഏറ്റവും അപകടകാരിയായ ജീവിയാണ് കരടി എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ലല്ലോ. അങ്ങനെയുള്ള കരടിയും മനുഷ്യരും ഒരു സ്ഥലത്ത് ഒരേ സമയം അവരുടെ അതിജീവനത്തിനായിട്ട് പരസ്പരം നോക്കിയും കണ്ടും പെരുമാറുന്നു എന്നുള്ളത് എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തിയ ഒരു കാഴ്ച തന്നെയായിരുന്നു. ഇവിടുത്തെ തേയിലത്തോട്ടങ്ങളുടെ അടുത്തൊക്കെ വന്ന് നിൽക്കുകയാണെങ്കിൽ ഇതുപോലെ കരടിയെ മാത്രമല്ല ഒരുപാട് എൻഡമിക് ബേർഡ്സിനെയും നമുക്ക് കാണാൻ പറ്റും.
കരടി പോയ സ്ഥിതിക്ക് നമുക്ക് അവരെയും കൂടി ഒന്ന് കണ്ടാലോ. ഇതാണ് വെർണൽ ഹാങ്ങിങ് പാരറ്റ്. നമ്മുടെ ഇന്ത്യയിൽ കാണുന്ന ഏറ്റവും ചെറിയ തത്തകളാണ് ഈ ഇത്തിരി കുഞ്ഞന്മാർ. മിക്കവാറും സമയങ്ങളിൽ തലകീഴായിട്ട് തൂങ്ങിക്കിടക്കുന്നതുകൊണ്ടാണ് ഇവരെ ഹാങ്ങിങ് പാരറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഇവനാണ് ഇന്ത്യൻ വൈറ്റ് ഐ. രണ്ടുപേരും കൂടെ ആ പാറക്കെട്ടിലുള്ള വെള്ളത്തിൽ കുളിക്കുകയായിരുന്നു. തേയിലത്തോട്ടത്തിന്റെ ഇടയ്ക്ക് ഇഷ്ടം പോലെ കേഴമാനുകളെയും കാണാം. ഇവിടുത്തെ പുലികളുടെ മെനുവിലെ മെയിൻ ഐറ്റമാണ് ഇവന്മാര്. കോട്ടഗിരിയിലെ ക്ലൈമറ്റ് വളരെ അൺപ്രഡിക്റ്റബിൾ ആണ്. പെട്ടെന്നായിരിക്കും ഇതുപോലെ മഴ പെയ്യുന്നത്. മഴയത്ത് തേയിലത്തോട്ടത്തിൽ നിന്ന് തിരിച്ചിറങ്ങുമ്പോഴാണ് ഈ ആശ നമ്മുടെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നത്. അവൻ വലിയ പ്രശ്നക്കാരനല്ലാതിരുന്നത് നമ്മുടെ ഭാഗ്യം. കോട്ടഗിരിയിൽ തേയിലത്തോട്ടങ്ങൾ മാത്രമല്ല, ഉൾഗ്രാമങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ നല്ല ഭംഗിയുള്ള കൃഷിസ്ഥലങ്ങളും കാണാൻ പറ്റും. നിങ്ങളിപ്പോൾ കാണുന്നത് കോട്ടഗിരിയിലെ കൂക്കൽത്തറ എന്നൊരു ഗ്രാമമാണ്. നമ്മുടെ മാർക്കറ്റിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള പല ഷോപ്പിംഗ് ആപ്പുകളും ഇവിടെ നിന്നാണ് ഓർഗാനിക് വെജിറ്റബിൾസ് നമ്മളിലേക്ക് എത്തിക്കുന്നത്. കോട്ടഗിരിയിലെ ബയോഡൈവേഴ്സിറ്റി പോലെ തന്നെയാണ് ഇവിടുത്തെ കൾച്ചറൽ ഡൈവേഴ്സിറ്റിയും. കോട്ടഗിരിയിൽ മൊത്തം 5 ട്രൈബുകളാണുള്ളത്. കോട്ട, തോട, ഇരുള, കുറുമ്പ, ബടുക എന്നിവയാണ് ഈ 5 എണ്ണം. ഈ 5 ട്രൈബുകൾക്കും അവരുടേതായ രീതികളും ആചാരാനുഷ്ഠാനങ്ങളും തനതായ ഭാഷകൾ പോലുമുണ്ട്. കോട്ടഗിരിയിലേക്ക് നിങ്ങളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പം കുറഞ്ഞത് 2 ദിവസമെങ്കിലും ഇവിടെ താമസിക്കാൻ പറ്റുന്ന പോലെ വരിക. കാരണം അത്രമാത്രം കാഴ്ചകളാണ് കോട്ടഗിരിയിൽ നമുക്ക് കാണാനുള്ളത്. നിങ്ങളുടെ കോട്ടഗിരി ട്രിപ്പിലെ മസ്റ്റ് വിസിറ്റ് ഡെസ്റ്റിനേഷനുകളിൽ ഒന്നാണ് കോടനാട് വ്യൂ പോയിന്റ്. മിക്കവാറും സമയങ്ങളിൽ ഈ സ്ഥലമെല്ലാം കോടമഞ്ഞ് മൂടിയായിരിക്കും കിടക്കുക. പക്ഷെ ക്ലിയർ സ്കൈ ഉള്ള സമയത്ത് തമിഴ്നാട്ടിലെ സത്യമംഗലവും ബന്ദിപ്പൂർ ടൈഗർ റിസർവും ഒക്കെ ഇവിടെ നിന്ന് നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അങ്ങ് താഴെ പച്ച വര പോലെ കാണുന്നതാണ് മോയാർ റിവർ. ഈ റിവർ നേരെ ചെന്ന് ചേരുന്നത് ഭവാനി സാഗർ റിസർവറിലേക്കാണ്. ഈ ഒരു റിവറാണ് കർണാടകയുടെയും തമിഴ്നാടിന്റെയും നാച്ചുറൽ ബൗണ്ടറി ആയിട്ട് നിൽക്കുന്നത്. കോട്ടഗിരിയിലൂടെ രാത്രി ഒന്ന് കറങ്ങുകയാണെങ്കിൽ കരിമ്പുലികളെ കാണാനുള്ള ചാൻസ് വളരെ കൂടുതലാണെന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ആ ലക്കൊന്ന് പരീക്ഷിക്കാമെന്ന് വെച്ചു. വൈകുന്നേരം എല്ലാവരും വീട്ടിലേക്ക് പോകാനുള്ള തിരക്കിലാണ്. രാത്രി ഒരു 9:30 കഴിഞ്ഞെങ്കിൽ ഇവിടുത്തെ റോഡുകളെല്ലാം കാലിയായിരിക്കും. ഇനി അങ്ങോട്ട് നേരം വെളുക്കുന്നത് വരെ ഇവരുടെ സമയമാണ്. സന്ധ്യാസമയം കഴിഞ്ഞെങ്കിൽ അത്രയ്ക്ക് അത്യാവശ്യ ജോലി ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടുത്തെ ആൾക്കാർ പുറത്തു വരാറുള്ളൂ. അതിന് കാരണം എന്താണെന്ന് ഈ CCTV വിഷ്വൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞങ്ങൾ കരിമ്പുലിയെ തപ്പി നാട് മുഴുവൻ അലയുമ്പം ഞങ്ങൾ താമസിച്ചിരുന്ന വീടിന്റെ ഫ്രണ്ടിലെ CCTV വിഷ്വലാണ് നിങ്ങൾ ഈ കാണുന്നത്. നമ്മുടെ മെയിൻ ഡോറിന്റെ ഫ്രണ്ടിലാണ് ഈ കരടി കിടന്നുറങ്ങുന്നത്. ആർക്ക് ശല്യം ഉണ്ടാക്കാതെ അവൻ അവിടെ കിടന്നുറങ്ങിക്കോട്ടെ. നമുക്ക് കരിമ്പുലിയെ തേടി പോകാം. ഒരു മുള്ളംപന്നി പോകുന്നത് കണ്ടോ? കോട്ടഗിരിയിൽ നൈറ്റ് ഡ്രൈവിന് റെസ്ട്രിക്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് രാത്രി വണ്ടി എടുത്ത് കറങ്ങാം. പക്ഷേ ഇതുപോലെ മൃഗങ്ങളെയൊക്കെ കാണുമ്പോൾ വണ്ടിയുടെ പുറത്തേക്ക് ഇറങ്ങി ഫോട്ടോ എടുക്കാനാണെന്നൊന്നും പറഞ്ഞ് അതിനടുത്തേക്ക് പോയേക്കരുത്. നമ്മുടെ ഈ രാത്രി കറക്കത്തിനിടയ്ക്ക് നമ്മൾ ആരെയാണോ തേടി വന്നത് അവനെയും കാണാൻ പറ്റി. ഒരു കരിമ്പുലി ഈ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തെ തേയിലത്തോട്ടത്തിലേക്ക് കയറി. പെട്ടെന്ന് കയ്യിൽ ക്യാമറ ഇല്ലായിരുന്നുകൊണ്ട് അവൻ ആ റോഡ് ക്രോസ് ചെയ്യുന്ന എടുക്കാൻ പറ്റിയില്ല. പക്ഷെ അവൻ തേയിലത്തോട്ടത്തിനകത്തൂടെ നടന്നു പോകുന്ന ഒരു വിഷ്വൽ കിട്ടിയിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കിയാലോ? അങ്ങോട്ട് പോകുന്നുണ്ട് സാർ, അങ്ങോട്ടൊന്ന് കാണിക്കോ? പോകുന്നുണ്ട്.
അതോ അവിടെ ലാസ്റ്റിലെത്തി. ഇനി ഇറങ്ങി. കരിമ്പുലി ആദ്യമായിട്ട് കണ്ടതാണ്. ഒരു ഡ്രീം വിഷ്വലായിരുന്നു ആ സമയത്ത്. എക്സൈറ്റ്മെന്റ് കൊണ്ട് എനിക്ക് മിസ്സായത്. പിന്നീട് അങ്ങനെ ഒരു വിഷ്വല് കിട്ടുമെന്ന് നോക്കി ഞാനൊരു 4-5 പ്രാവശ്യം കോട്ടയിൽ കയറി ഇറങ്ങി, രാത്രി മൊത്തം കറങ്ങി. പക്ഷെ ആ ഒരു ലക്ക് വീണ്ടും കിട്ടിയില്ല. രാത്രിയത്തെ എക്സൈറ്റ്മെന്റിൽ കരിമ്പുലി മിസ്സായി. അതുപോലെ എക്സൈറ്റ്മെന്റ് തരുന്ന ഒരു കാഴ്ച പകലും കിട്ടി, പക്ഷെ അത് മിസ്സായില്ല. ഇന്നലെ രാത്രി മെയിൻ ഡോറിന് മുന്നിൽ വന്ന് കിടന്നുറങ്ങിയ വിദ്വാനാണ് ആ പോകുന്നത്. ഇവനെ കാണാനായിട്ട് ട്രെക്ക് ചെയ്തൊന്നും എങ്ങോട്ടും പോയൊന്നുമില്ല കേട്ടോ. ഞാൻ താമസിച്ചിരുന്ന വീടിന്റെ ഫ്രണ്ടിലൂടെ നടന്നു പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത്രയും ഓപ്പൺ ഏരിയയിൽ കരടിയെ കാണുന്നത് ആദ്യമായിട്ടാണ്. കരടിയെ ഇംഗ്ലീഷിൽ സ്ലോത്ത് ബിയർ എന്നാണ് വിളിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഈ പേര് നമ്മുടെ കരടിക്ക് കിട്ടിയത് ഒരു വലിയ തെറ്റിദ്ധാരണയുടെ പുറത്താണ്. സെൻട്രൽ അമേരിക്കയിലും സൗത്ത് അമേരിക്കയിലും ഒക്കെ കണ്ടുവരുന്ന ഒരു ജീവിയാണ് സ്ലോത്ത്. നമ്മുടെ ഈ കരടിക്ക് ഈ സ്ലോത്തുമായിട്ട് ചില സാമ്യങ്ങളൊക്കെ ഉണ്ട്. സ്ലോത്തുകളുടേതുപോലത്തെ നല്ല നീളമുള്ള നഖങ്ങളും കട്ടി കൂടിയ നീളമുള്ള മുടിയുമാണ് നമ്മുടെ കരടിക്കുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ കരടിക്ക് ചിതൽപുറ്റിയെന്ന് ചിതലുകളൊക്കെ വലിച്ചെടുക്കാനായിട്ട് മുകളിലത്തെ നിരയിലെ 2 മുൻപല്ലുകളൊക്കില്ല. അതുപോലെ തന്നെയാണ് സ്ലോത്തുകളുടെ പല്ലുകളുടെ ഘടനയും. പിന്നെ സ്ലോത്തുകൾ മരം കയറുന്നത് പോലെ നമ്മുടെ കരടിയും മരത്തിന് മുകളിൽ വലിഞ്ഞു കയറും. ഇങ്ങനെയുള്ള ചില സാമ്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് 18-ാം നൂറ്റാണ്ടിലെ ജീവശാസ്ത്രജ്ഞർ സ്ലോത്ത് ബിയർ എന്ന് വിളിച്ചു തുടങ്ങിയത്. സ്ലോത്തുകളും കരടികളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് പിൽക്കാലത്ത് തെളിയപ്പെട്ടെങ്കിലും ഇവനെ ഇപ്പോഴും ആൾക്കാർ സ്ലോത്ത് ബിയർ എന്നാണ് വിളിക്കുന്നത്. കോട്ടഗിരി ട്രിപ്പ് തുടങ്ങിയിട്ട് നമ്മൾ ഇതുവരെയും കാടിനകത്തേക്ക് കയറിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. നാട്ടിൽ ഇത്രയും സൈറ്റിംഗ് ആണെങ്കിൽ കാട്ടിൽ എന്തായിരിക്കും അവസ്ഥ? അപ്പം നമുക്ക് സമയം കളയാതെ കാട് കയറിയാലോ? കോട്ടഗിരി ടൗണിൽ നിന്ന് 30 കിലോമീറ്റർ അകലെയുള്ള കീഴ്കോട്ടഗിരിയിലേക്കാണ് നമ്മൾ നേരെ പോകുന്നത്. കീഴ്കോട്ടഗിരിയിലേക്കുള്ള ഈ ഒരു 30 കിലോമീറ്ററും നമുക്ക് ശരിക്കും എൻജോയ് ചെയ്ത് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു റൂട്ടാണ്. നല്ല അടിപൊളി തേയിലത്തോട്ടങ്ങളും കുന്നുകളും കാടുകളും ഒക്കെ ആയിട്ട് ഈ റൂട്ടിലൂടെ വരുമ്പം നിങ്ങൾക്ക് ഒരിക്കലും ഒരു മടുപ്പ് തോന്നില്ല. കോട്ടഗിരിയിലെ ലാൻഡ്സ്കേപ്പിൽ നിന്നും ക്ലൈമറ്റിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമാണ് കീഴ്കോട്ടഗിരിയിലെ അവസ്ഥ. തേയിലത്തോട്ടങ്ങൾ മെല്ലെ കാപ്പിത്തോട്ടങ്ങൾക്ക് വഴിമാറി. ക്ലൈമറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ കോട്ടഗിരിയിൽ നല്ല തണുത്ത ക്ലൈമറ്റ് ആണെങ്കിൽ ഇവിടേക്ക് വരുമ്പം അത് കുറച്ചുകൂടെ പ്ലസന്റ് ക്ലൈമറ്റ് ആയിട്ട് മാറും. നമ്മുടെ വയനാട്ടിലെയൊക്കെ പോലെ കാടിന്റെ ആംബിയൻസ് നമുക്കിവിടെ ശരിക്കും ഫീൽ ചെയ്യാനും പറ്റും. കൊക്കോട്ട് റിസോർട്ടിലോട്ട് പോകുന്ന വഴിക്കുള്ള ഒരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ ഇത്. അങ്ങ് ദൂരെ കാണുന്നത് ഭവാനി സാഗർ ഡാമും അതിന്റെ റിസർവോയറും ഒക്കെയാണ്. കീഴ്കോട്ടഗിരിയിലെ അവസാനത്തെ ട്രൈബൽ വില്ലേജ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഇരുള ട്രൈബിൽപ്പെട്ട ആൾക്കാരാണ് ഈ ഒരു ഭാഗത്ത് താമസിക്കുന്നത്. ഇവിടുത്തെ കുട്ടികൾക്ക് പഠിക്കാനായിട്ട് ചെറിയൊരു LP സ്കൂളും ഡിസ്പെൻസറിയും ഒക്കെ ഈ ഒരു വില്ലേജിൽ തന്നെയുണ്ട്. നമ്മുടെ റിസോർട്ടിലോട്ട് വരുന്ന വഴിക്ക് ഇടയ്ക്കൊരു 2 കിലോമീറ്റർ റോഡ് ഒരല്പം മോശമാണ്. കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നത് കൊണ്ട് ഒരല്പം സൂക്ഷിച്ച് വേണം വണ്ടിയായിട്ട് പോകാനായിട്ട്. തുടക്കത്തിലെ പറഞ്ഞായിരുന്നല്ലോ നമ്മുടെ റിസോർട്ട് കാടിന് നടുവിലുള്ള ഒരു കാപ്പിത്തോട്ടത്തിലാണുള്ളതെന്ന്. അതുകൊണ്ട് തന്നെ ഈ പോകുന്ന വഴിയൊക്കെ എന്ന് പറയുന്നത് നല്ല ഹെവി കാടാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു സ്ഥലത്തേക്ക് വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു 4 മണിക്ക് മുമ്പ് റിസോർട്ടിലെത്താൻ നോക്കുക. വൈകുന്നേരം ആകും തോറും ഈ റോഡിലേക്കൊക്കെ അനിമൽസ് ഇറങ്ങി വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാട്ടിലോട്ട് കയറി അധികം ദൂരം പോകേണ്ട വന്നില്ല. അതിനു മുമ്പ് തന്നെ നമുക്ക് നമ്മുടെ ആദ്യത്തെ എലിഫന്റ് സൈറ്റിങ് കിട്ടി. നല്ല അടിപൊളി ഒരു കൊമ്പനല്ലേ. അവൻ നിൽക്കുന്നതിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇലക്ട്രിക് ഫെൻസിങ് കാണുന്നുണ്ടോ? അതിന് തൊട്ടപ്പുറത്താണ് ഇവിടുത്തെ ഒരു ട്രൈബൽ വില്ലേജ് ഉള്ളത്. ഈ ഊരിലെ ആൾക്കാർക്ക് ആന എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്. അതിനൊരു കാരണമുണ്ട്. ഈ വില്ലേജിലെ 3ഓളം ആളുകളെ ആന ചവിട്ടിക്കൊന്നിട്ടുണ്ട്. ഈ ഭാഗത്തുള്ള പ്രൈവറ്റ് എസ്റ്റേറ്റുകളിൽ ധാരാളം പ്ലാവുകളുണ്ട്. അതുകൊണ്ട് തന്നെ ചക്കപ്പഴത്തിന്റെ സീസൺ ആകുമ്പോൾ ഇവിടുത്തെ ആനയുടെ പ്രസൻസും ഒരുപാട് കൂടും.
അങ്ങനെയുള്ള സമയമായി കഴിയുമ്പോഴത്തേക്കിനും ഇവിടുത്തെ ഗ്രാമീണര് പരസ്പരം വിളിച്ചു ചോദിച്ച് താഴെ ആനയുണ്ടോ എന്നൊക്കെ ഉറപ്പുവരുത്തിയിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത് തന്നെ. ഈ കാടിന് നടുക്കുള്ള 100 വർഷം പഴക്കമുള്ള കൊളോണിയൽ ബംഗ്ലാവിലാണ് ഇന്ന് നമ്മൾ താമസിക്കാൻ പോകുന്നത്. മൊബൈൽ നെറ്റ്വർക്കും ഇന്റർനെറ്റ് കണക്ടിവിറ്റിയും ഒന്നുമില്ലാതെ നേച്ചറുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ പ്രോപ്പർട്ടിയാണ് കൊക്കോഡ്. ഈ പ്രോപ്പർട്ടിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു കണ്ടെയ്നർ സ്റ്റേ ആണ്. ഇതിന്റെ ബാൽക്കണിയിൽ ഇരുന്നാൽ തന്നെ ഒരുവിധം എല്ലാ ബേർഡ്സിനെയും ആനിമൽസിനെയും നമുക്ക് കാണാൻ പറ്റും. ഒരു ഇച്ചിരി നേരം കൊണ്ട് ഇവിടുന്ന് കണ്ട കുറച്ച് ബേർഡ്സിനെ കൂടെ ഒന്ന് കണ്ടാലോ? ഇനി നമുക്ക് ഇവിടുത്തെ റൂമുകളൊക്കെ കണ്ടാലോ? 25 പേരടങ്ങുന്ന ഗ്രൂപ്പിന് വരെ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിൽ സ്റ്റേ ചെയ്യാൻ പറ്റും. കയറി വന്നതും കയറുന്നത് ഈ 2 പേർക്ക് കിടക്കാൻ പറ്റുന്ന റൂമാണ്. ഇതിന് ഒരു അറ്റാച്ച് ബാത്റൂം സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഹാളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ 4 പേർക്ക് കിടക്കാൻ പാകത്തിന് ബെഡ് ഇട്ടിട്ടുണ്ട് 2 സൈഡിലുമായിട്ട്. ആ ഡോറിലൂടെ പുറത്തു പോകുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ് കേട്ടോ. ഇനി ഇപ്പുറത്തെ സൈഡിൽ റൂമും കൂടി ഉണ്ട്, അതും കൂടെ കാണിച്ചു തരാം. ഈ റൂമിനകത്ത് 5 പേർക്ക് കിടക്കാൻ പറ്റും. ഇവിടെ 2 പേര്, ഇതിൽ 2, ഇവിടെ 1, മൊത്തം 5 പേര്. പിന്നെ ഈ റൂമിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു അറ്റാച്ച് ബാത്റൂമും കൂടി ഉണ്ട്. ഇവിടുത്തെ എല്ലാ ബാത്റൂമുകളും നല്ല വലുപ്പമുള്ളതും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതുമാണ്. എല്ലാ ബാത്റൂമിലും ഗീസർ ഫെസിലിറ്റി ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ 2ാമത്തെ ബിൽഡിംഗ്. ഈ ബിൽഡിങ്ങിനകത്ത് 6 പേർക്ക് കിടക്കാൻ പറ്റും. കയറി വന്നതും ഇതുപോലെ 4 പേർക്ക് കിടക്കാൻ പറ്റുന്ന ഇടയ്ക്ക് ഒരു പാർട്ടീഷനൊക്കെ ആയിട്ടുണ്ട്. നിങ്ങളൊരു ചെറിയ ഫാമിലിയൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ഈ ഒരു റൂം മതിയാവും. പിന്നെ താഴോട്ട് ഇറങ്ങുകയാണെങ്കിൽ അവിടെയും 2 പേർക്ക് കിടക്കാം. ഒരാൾക്ക് 3 നേരത്തെ ഭക്ഷണവും ഇവരുടെ എസ്റ്റേറ്റിലൂടെയുള്ള ട്രക്കിങ്ങും എല്ലാം ഉൾപ്പെടെ 2500 രൂപയാണ് ഇവർ സ്റ്റേക്ക് മേടിക്കുന്നത്. ഇതിനും ഒരു അറ്റാച്ച് ബാത്റൂമാണുള്ളത്. ഇതാണ് കപ്പിൾ ഫ്രണ്ട്ലി ആയ നമ്മുടെ കണ്ടെയ്നർ സ്റ്റേ. മെയിൻ ബിൽഡിങ്ങിൽ നിന്ന് കുറച്ച് മാറി പ്രൈവസിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഈ ഒരു സ്റ്റേ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൽ നിങ്ങളൊരു ഗ്രൂപ്പായിട്ട് വരികയാണെങ്കിൽ 4 പേർക്ക് വരെ സുഖമായിട്ട് കിടക്കാൻ പറ്റും. കൊക്കോഡിന്റെ മറ്റൊരു സ്പെഷ്യാലിറ്റി ഇവിടെ സെർവ് ചെയ്യുന്ന ഫുഡ് തന്നെയാണ്. ഇരുള ട്രൈബിലുള്ള 2 ചേട്ടന്മാരാണ് ഇവിടെ കുക്കിങ്ങും മറ്റും ചെയ്യുന്നത്. ഇരുളാസിന്റെ ട്രഡീഷണൽ കറിക്കൂട്ടുകളും സ്പൈസസും ഒക്കെയാണ് ഇവിടുത്തെ പ്രിപ്പറേഷന് വേണ്ടി ഇവർ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഡിഷസിനൊക്കെ അന്യായ ടേസ്റ്റാണ്. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇവിടുത്തെ എസ്റ്റേറ്റും അടുത്തുള്ള ഊരുകളും ഒക്കെ കാണാനായിട്ട് ഞങ്ങൾ മെല്ലെ ഇറങ്ങി. ഈ എസ്റ്റേറ്റിനകത്ത് വേഴാമ്പലിന്റെ നെസ്റ്റിംഗ് ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടത്. എസ്റ്റേറ്റിൽ നിന്ന് ഇറങ്ങി കുറച്ച് മുന്നോട്ട് വന്നപ്പോഴത്തേക്കിനും നമ്മൾ നിൽക്കുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള മലയിലാണ് ഈ ഒരു ആനക്കൂട്ടത്തെ കണ്ടത്. മൊത്തം 7 ആനകളുണ്ട്. അതിൽ 2 എണ്ണം കുട്ടിയാനകളാണ്. ഈ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് കിട്ടുന്ന 2ാമത്തെ എലിഫന്റ് സൈറ്റിംഗ് ആണിത്. വരുന്ന വഴിക്ക് കണ്ട കൊമ്പനാനയും പിന്നെ ഈ 7 ആനകളുടെ ആനക്കൂട്ടവും മൊത്തം 8 ആനകളായി. ഈ ട്രൈബൽ വില്ലേജ് കഴിഞ്ഞ് കുറച്ചുകൂടെ മുകളിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഹൈ പോയിന്റിൽ നിൽക്കാൻ പറ്റും. അവിടെ നിൽക്കുകയാണെങ്കിൽ വേഴാമ്പലുകൾ വരികയാണെങ്കിൽ അവരുടെ ഫ്ലൈറ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളിപ്പം അങ്ങോട്ടേക്കാണ് പോകുന്നത്. താഴെ ഇപ്പം നമ്മൾ കണ്ട ഊരിന്റെ ഫ്രണ്ടിൽ കൂടെ എല്ലാ വൈകുന്നേരവും ആന ക്രോസ് ചെയ്ത് പോകാറുണ്ട്. അതുകൊണ്ട് ബേർഡ് വാച്ചിങ്ങിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്തവർ ആനയെ കാണാനായിട്ട് അവിടെ നിന്നു. നമ്മൾ മാത്രമാണ് ഇനിയിപ്പോൾ മുകളിലോട്ട് പോകുന്നത്. ആ മരക്കൊമ്പിൽ ഒരു ചേഞ്ചബിൾ ഹോക്കികൾ ഇരിക്കുന്നത് കണ്ടോ? എന്ത് പെർഫെക്റ്റ് ആയിട്ടാണ് അവൻ ആ മരക്കൊമ്പുമായിട്ട് ബ്ലെൻഡ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കിയാൽ. ക്യാമറ ഈ ആംഗിളിൽ വെച്ചിരിക്കുന്നതുകൊണ്ടാണ് അവനെ കാണാൻ പറ്റുന്നത്. അവന്റെ പുറകിലും ഈ ഉണങ്ങിയ മരക്കൊമ്പ് തന്നെയാണെങ്കിൽ അവനെ കണ്ടുപിടിക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. 1 മണിക്കൂറത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ആദ്യത്തെ വേഴാമ്പലെത്തി. അവന്റെ പുറകെ ബാക്കിയുള്ളവരും വരുന്നുണ്ട്. ഇവരെല്ലാവരും പറന്നിറങ്ങുന്നത് കൊക്കോഡ് എസ്റ്റേറ്റിനകത്തേക്കാണ്.
ആ ഇരിക്കുന്ന വേഴാമ്പലിനെ കണ്ടോ? നമ്മൾ നിൽക്കുന്നിടത്തുനിന്ന് ഒരുപാട് ദൂരെയാണ് അവൻ ഇരിക്കുന്നത്. അവന്റെ അടുത്തേക്ക് ഒന്ന് ഇറങ്ങി ചെല്ലണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ എസ്റ്റേറ്റിനകത്ത് ഇഷ്ടം പോലെ ആനകൾ കാണും. അതുകൊണ്ട് അതൊരല്പം റിസ്കി ആവും. വേഴാമ്പലിനെയൊക്കെ കണ്ട് താഴോട്ട് വരുമ്പോഴത്തേക്കിനും താഴെ നിന്ന ആൾക്കാർ ഇതേ പെരപ്പുറത്ത് നിൽക്കുന്നു. ആന വന്നായിരുന്നു എന്ന്. അത് കണ്ടിട്ട് പേടിച്ച് മേളിൽ കയറി ഇരിക്കുന്ന ഇരിപ്പാണ്. എന്തായാലും നിങ്ങൾ ആനയും കണ്ട് ഞങ്ങൾ വേഴാമ്പലിനെയും കണ്ടു. കണ്ടില്ലേ? മൂന്നെണ്ണം ഉണ്ടായിരുന്നു. നമ്മൾ ഇതിലെ കൂട്ടിയെ ക്രോസ് ചെയ്യേണ്ടത്. പക്ഷെ ഇതിപ്പോ നമ്മളെല്ലാം നിൽക്കുന്നുണ്ട് അതിൽ കൂട്ട പോകും. നിങ്ങൾ താഴെ നിൽക്കായിരുന്നു, നമ്മളിവിടെ നിങ്ങൾ മേളിൽ കയറിയായിരുന്നു ആനയെ കണ്ടിട്ട്. ഇതിലെ കൂട്ടിയാണ് ക്രോസ് ചെയ്ത സാധനം. വേഴാമ്പലിനെ തേടിപ്പോയവർക്ക് വേഴാമ്പലിനെയും ആനയെ കാത്തു നിന്നവർക്ക് ആനയും കാണാൻ പറ്റി. കിച്ചണിൽ ഡിന്നറിനുള്ള പ്രിപ്പറേഷൻ തകൃതിയായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. ഭക്ഷണമൊക്കെ കഴിച്ച് ക്യാമ്പ് ഫയറിന്റെ ചുറ്റും ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് രാത്രി ഒന്നുകൂടെ ഇറങ്ങിയാലോ എന്ന് ഒരു ഐഡിയ തോന്നിയത്. അങ്ങനെ നമ്മൾ രാത്രി ഒന്നും കൂടെ കറങ്ങാൻ ഇറങ്ങി. നമ്മളിന്ന് റിസോർട്ടിലോട്ട് വരുമ്പോൾ രാവിലെ കണ്ട വ്യൂ പോയിന്റില്ലേ, അവിടുത്തെ നൈറ്റ് വിഷ്വലാണ് നിങ്ങൾ ഈ കാണുന്നത്. എന്ത് രസമാണല്ലേ. ഇന്നത്തെ രാത്രി കറക്കത്തിൽ നമുക്ക് കാട്ടികളെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. രാവിലെ ഒരു അമ്മയും മോനും കൂടെ മോർണിംഗ് വാക്കിന് വരുന്നത് കണ്ടോ? നമ്മുടെ എസ്റ്റേറ്റിനകത്തുള്ള കാഴ്ചയാണ് കേട്ടോ. ഇത് നല്ല വലിയ എസ്റ്റേറ്റ് ആയതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഫെൻസിങ്ങിൽ ഏതെങ്കിലും ഒരു ചെറിയ ലൈനെങ്കിലും ഷോർട്ടായെങ്കിൽ ആ ഗ്യാപ്പിലൂടെ ആനകൾ അകത്തേക്ക് കയറി വരും. രാവിലെ കണ്ടെയ്നർ ഹൗസിനടുത്തേക്ക് വന്നപ്പോൾ കണ്ട കാഴ്ചയാണിത്. നമ്മുടെ കുട്ടിക്കൊമ്പന് ചില്ലറ കുറുമ്പൊന്നുമല്ല കേട്ടോ. അവിടുന്ന് വീണ് കിടക്കുന്ന മരക്കൊമ്പൊക്കെ ആയിട്ട് ആശാൻ തിളങ്ങും വിലങ്ങും ഒക്കെ ഓടുന്നുണ്ട്. ഈ ഒരു ആന ഫാമിലി മാത്രമല്ല, ഇഷ്ടം പോലെ മാനുകളെയും കാട്ടികളെയും ഒക്കെ ഈ ഒരു കണ്ടെയ്നർ ഹൗസിന്റെ ഫ്രണ്ടിൽ നമുക്ക് രാവിലെ കാണാൻ പറ്റും. ഇവനാണ് വെസ്റ്റേൺ ഗട്ട്സിന്റെ സ്വന്തം സദേൺ ഫ്ലൈയിങ് ലിസാർഡ്. അപ്പുറത്തേന്ന് ഇങ്ങോട്ട് വന്നല്ലേ? അത് നല്ല രസമുണ്ടായിരുന്നു. പറഞ്ഞപ്പോൾ വിങ്സ് പോലെയായി അത്. അവന്റെ കഴുത്തിന് താഴെ ഒരു മഞ്ഞ കളറിലെ മെംബ്രെയിൻ കണ്ടോ? നമ്മൾ കൊട തുറക്കുന്നത് പോലെ അതിങ്ങനെ വിടർത്തി പിടിച്ചിട്ടാണ് ഇവൻ പറക്കുന്നത്. രാവിലെ കരിക്കൂർ റോക്ക് പെയിന്റിങ്ങിലുള്ള ട്രെക്കിംഗ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിന് 8 മണി കഴിഞ്ഞ് എത്തിയാൽ മതി. എന്തായാലും അതിനു മുമ്പ് നമ്മുടെ വേഴാമ്പലുകളുള്ള സ്പോട്ടിലേക്ക് ഒന്ന് പോയി നോക്കാമെന്ന് വെച്ചു. ആനെ കണ്ടോ? ഈ എസ്റ്റേറ്റിലെ സ്ഥിരം കൊമ്പനാണ്. അവന്റെ കൊമ്പ് നോക്കി എന്ത് രസമാണെന്ന്. അവൻ നമ്മളെ നേരെ വരുന്നത് നമ്മൾ ഇനി ഇവിടെ നിന്ന് ശരിയാകത്തില്ല. നമുക്ക് എന്റെ ഭാഗത്തോട്ടോ രക്ഷപ്പെട്ടിട്ട ആ സ്പീഡിൽ കയറിപ്പോ നേരെ അവന്റെ ഫ്രണ്ടിലേക്ക് ചാർജ് ചെയ്താൽ അങ്ങനെ പോയാൽ ഞാൻ നോക്കിയതാ. നമ്മുടെ കൊമ്പന്റെ കണ്ണു വെട്ടിച്ച് ഞങ്ങൾ എന്തായാലും വേഴാമ്പലുകൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് എത്തി. ഇന്നലെ വൈകുന്നേരം ഈ ഒരു ഭാഗത്തേക്ക് 6 വേഴാമ്പലുകൾ പറന്നിറങ്ങുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷെ രാവിലെ ഇങ്ങോട്ടേക്ക് വരാൻ ഒരല്പം വൈകിയത് കൊണ്ട് ബാക്കിയെല്ലാം പോയെന്ന് തോന്നുന്നു. ഈ ഒരൊറ്റ പെൺവേഴാമ്പലിനെയാണ് നമുക്ക് കാണാൻ പറ്റിയത്. രാവിലെ തന്നെ കൊമ്പനെയും വേഴാമ്പലിനെയൊക്കെ കണ്ട സന്തോഷത്തിലാണ് ട്രക്കിങ്ങിന് വന്നത്. ഈ ട്രക്കിംഗ് പ്രോഗ്രാം ട്രക്ക് തമിഴ്നാടുവിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെയാണ് നമ്മൾ ബുക്ക് ചെയ്തത്. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ നീലഗിരീസിലെ എല്ലാ ബേർഡ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പാംപ്ലെറ്റും ഒരു ക്യാപ്പും ഒക്കെ ഇവർ കോംപ്ലിമെന്ററി ആയിട്ട് തരും. വുഡ് പെക്കർ എന്നല്ല പറയും, ബ്ലാക്ക് റംഡ് ഫ്ലെയിം ബാക്ക് എന്നാണ്. നമ്മളെ സാധനം കോമൺ ഹോക്ക് കുക്കു ഫാൽക്കൺ ബ്രോഷ് കിട്ടിയ ഗുണമായില്ലേ ബേർഡ്സിന്റെ പേര്? പിന്നെന്താ, ഇനിയിപ്പോ ഇത് നോക്കിട്ട് കണ്ടുപിടിക്കാലോ. ഇനിയിപ്പോ ഈടായിട്ട് ബേർഡ് ആയിട്ടുണ്ടെങ്കിൽ ഇത് ഏതോ സാധനം നോക്കട്ടെ.
നമ്മളങ്ങനെ നമ്മുടെ ട്രെക്കിംഗ് തുടങ്ങുകയാണ്. ഇതൊരു ഈസി ട്രക്കാണ് കേട്ടോ. പോകുന്ന വഴിക്ക് 2 സ്ഥലങ്ങളിൽ മാത്രം കുത്തനെയുള്ള ഇറക്കമുള്ളതുകൊണ്ട് അവിടെ കയറ് കെട്ടി ഇറങ്ങേണ്ടി വരും. അതൊഴിച്ചെങ്കിൽ ബാക്കി മൊത്തം നമുക്ക് സുഖമായിട്ട് നടന്നു കയറാൻ പറ്റും. 1/2 കിലോമീറ്റർ മെയിൻ റോഡിലൂടെ നടന്നിട്ട് ഇവിടെയുള്ള ഒരു ട്രൈബൽ വില്ലേജിന്റെ സൈഡിലൂടെയുള്ള വഴി കയറിയിട്ട് വേണം നമുക്ക് ട്രെക്ക് പാത്തിലേക്ക് എത്താനായിട്ട്. ഈ ട്രെക്ക് പാത്തിലും നമുക്ക് അനിമൽ സൈറ്റിങ്ങിനുള്ള ചാൻസ് ഉണ്ട്. ഇവിടുത്തെ ഇരുള ട്രൈബിലെ ആളുകൾ തന്നെയാണ് ട്രെക്കിങ്ങിന് നമ്മുടെ കൂടെ ഗൈഡായിട്ട് വരുന്നത്. ഈ കാടിനെ കുറിച്ച് നന്നായിട്ട് അറിയുന്ന ആൾക്കാരായതുകൊണ്ട് അവർ നമുക്ക് കുറെ കാര്യങ്ങളും പറഞ്ഞു തരും. ഈ ഒരു പോയിന്റിൽ നിന്നാണ് കയറ് കെട്ടി താഴേക്ക് ഇറങ്ങേണ്ടത്. കുറച്ച് സ്ലിപ്പറി ആയതുകൊണ്ടും കുത്തനെയുള്ള ഇറക്കമായതുകൊണ്ടാണ് ഈ കയറിടുന്നത്. മെല്ലെ മെല്ലെ മെല്ലെ. ഏകദേശം 3/4 മണിക്കൂറത്തെ ട്രെക്കിംഗ് കൊണ്ട് നമ്മൾ റോക്ക് പെയിന്റിങ്ങിന്റെ അടുത്തെത്തും. ഈ പാറയുടെ താഴെയുള്ള മണ്ണിൽ കണ്ട് ഒരു ലെപ്പേർഡിന്റെ പഗ് മാർക്ക്. ഏതെല്ലാം இருக்குதுண்ணா? இப்படி வந்திருக்கு சார். வந்து இங்க படுத்தா அப்படி போயிருக்கு. ഇത് പുലിയാ? ஆமாம் சார். തീർത്താ? இது மானுடைய தளம். மானுடைய ഇത് മിസോലിത്തിക് ഏജിലെ 500ഓളം പെയിന്റിങ്ങുകളാണ് ഈ പാറയുടെ മേളിലുള്ളത്. അതിൽ പലതിലും പലതരത്തിലുള്ള ഷേപ്പുകളും ഇവർ വരച്ചു വെച്ചിട്ടുണ്ട്. പണ്ടത്തെ ആചാരാനുഷ്ഠാനങ്ങളും ജീവിത രീതികളും യുദ്ധമുറകളുമെല്ലാം ഈ പെയിന്റിങ് കാണുമ്പോൾ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാകും. നിങ്ങൾ കൊക്കോഡ് റിസോർട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ കരിക്കൂറിലെ റോക്ക് പെയിന്റിംഗ് കാണാതെ തിരിച്ചു പോയാൽ അത് നിങ്ങൾക്ക് തന്നെ വലിയൊരു നഷ്ടമായിരിക്കും. കാടും മൃഗങ്ങളും ട്രെക്കിങ്ങും ഒക്കെ ആയിട്ട് ഒരിക്കലും മറക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസ് ആണ് കൊക്കോഡ് ഞങ്ങൾക്ക് സമ്മാനിച്ചത്. കോട്ടഗിരിയിലെയും കൊക്കോഡിലെയും കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ യാത്രയെ സ്നേഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ പുതിയൊരു സ്ഥലവുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.